പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിലെ +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 26ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിലെ 13ാമത്തെ ചാപ്റ്ററായ ഹൈഡ്രോ കാർബണിലെ 2ാം ഭാഗമാണ്. 1ാം ഭാഗം 25ാമത് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന 18 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളത് കേട്ടിരിക്കുമെന്ന് കരുതുന്നു. മുന്നേ അപ്ലോഡ് ചെയ്യപ്പെട്ട 25 വീഡിയോയുടെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇപ്പോൾ തന്നെ കാണാനുള്ള സംവിധാനമുണ്ട് എന്നെല്ലാവരെയും അറിയിക്കുകയാണ്. നമുക്ക് വരാം ഹൈഡ്രോ കാർബണിലെ സെക്കൻഡ് പാർട്ടിലേക്ക്. അതായത് 18 ക്വസ്റ്റ്യൻസ് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. നമ്മുടെ ഈ ഡിസ്കഷൻ്റെ ഒരു പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 12 ടൈമുകളിലായി നടന്ന പരീക്ഷകൾ, ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ മെയിൻ പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് വന്ന ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട മറ്റു പോയിൻറ്റുകളും കൂടെ ഇതിൽ ചർച്ച ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വരാം 19ാമത്തെ ക്വസ്റ്റ്യൻ. സ്ക്രീനിലേക്ക് നോക്കുക. കംപ്ലീറ്റ് ദി ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. താഴെ തന്നിരിക്കുന്ന രാസസമവാക്യം പൂർത്തിയാക്കുക. നമ്പർ 1, CH3CH2Br പ്ലസ് Na സോഡിയം പ്ലസ് Br CH2CH3, അതായത് ആൽക്കൈൽ ഹാലൈഡും സോഡിയവുമാണ്. ആ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി അത് വുഡ്സ് റിയാക്ഷനാണ്. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ് ഇത് നടക്കുക. വാട്ട് വിൽ ബി ദി പ്രോഡക്റ്റ്? ബ്യൂട്ടൈൻ ആയിരിക്കും. കാരണം CH3CH2ൻ്റെ ഡബിൾ ആയിരിക്കും പ്രോഡക്റ്റ്, അതായത് ഈ ബ്യൂട്ടൈൻ. ക്ലിയർ? നമ്പർ 2, CH3CH2I ഹലോ ആൽക്കീനാണ്, അയഡോ ഈഥൈനാണ്. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ വെച്ച് ചൂടാക്കണം. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് എവിടെ നിങ്ങൾ ആരോ മാർക്കിൻ്റെ മുകളിൽ കണ്ടാലും പ്രോഡക്റ്റ് ആൽക്കീൻ ആയിരിക്കുമെന്ന് പ്രത്യേകം ഓർക്കണം. ആൽക്കീൻ എത്ര കാർബൺ ഉണ്ടാവും? ആ ആൽക്കീനിൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ എത്ര കാർബൺ ഉണ്ടാവും? 2 ഉണ്ടാവും. എങ്ങനെ മനസ്സിലായി? ആ റിയാക്റ്റൻറ്റിൽ 2 കാർബണാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റിൽ 2 കാർബൺ ഉണ്ടാവും. CH2 ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻ, ദാറ്റ് ഈസ് എത്തീൻ. 3ാമത്തത് ബെൻസീൻ റിംഗ് ആണ്. അതുമായി CH3Cl അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡായിട്ട് പ്രവർത്തിക്കുന്നു. എത്ര പ്രാവശ്യമാണ് ഈ 3 ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത് വന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അറിയോ? ശ്രദ്ധിക്കുക, അത്രമാത്രം പ്രാധാന്യമുണ്ടത്. ഇത് തന്നെ പഠിച്ചു വെച്ചോ, അത്രമാത്രം പ്രാധാന്യമാണ്. ബെൻസീനും CH3Cl റിയാക്ട് ചെയ്താൽ ടൊളുവിൻ കിട്ടും. CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ആ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ കയറും. അങ്ങനെ കയറിയ ബെൻസീൻ റിങ്ങിനെ C6H6 എന്നാണ് ബെൻസീൻ റിങ്. പക്ഷേ അത് CH3 വന്ന് ചേരുമ്പോൾ അതിൽ നിന്നൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. അപ്പോൾ C6H5 ആവും CH3. ഓക്കെ, ടൊളുവിൻ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദി ജോമെട്രിക്കൽ ഐസോമറിസം ടേക്കിംഗ് 2-butene ആസ് എൻ എക്സാമ്പിൾ. 2-butene എന്ന് പറയുന്ന ആളെ വെച്ചുകൊണ്ട് ജോമെട്രിക്കൽ ഐസോമറിസം പറയുക. ഇത് ഫസ്റ്റ് പാർട്ടിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ആവശ്യമാണെങ്കിൽ ആ ചിത്രം നമുക്ക് ഇപ്പം ഒന്ന് കാണാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. സിസ് ബ്യൂട്ടീനും ട്രാൻസ് ബ്യൂട്ടീനും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 20, ഡ്രോ സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെ സിസ് ട്രാൻസ് ഐസോമർ വരയ്ക്കുക. കണ്ടോ അവിടെ? കണ്ടില്ലേ? C2H5 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കാർബണുമിലുണ്ട്. പിന്നെ അവിടെ ഒരു CH3 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും ഉണ്ട്. ശരിയല്ലേ? പിന്നെ ഡബിൾ ബോണ്ടഡ് കാർബൺ കഴിഞ്ഞിട്ട് അതുമേലെ CH3 ഉണ്ട്, C2H5 ഉണ്ട്. ഓക്കെ അല്ലേ? ഒരേ ഗ്രൂപ്പുകൾ ഒരേ ഭാഗത്ത് വന്നാൽ ദാറ്റ് ഇസ് സിസ്, സെയിം ഗ്രൂപ്പ് ഓൺ അഡ്ജസൻറ്റ് സൈഡ്. സെയിം ഗ്രൂപ്പ് ഓൺ ഡിഫറൻറ്റ് ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ഇതിനെ ട്രാൻസ് എന്ന് പറയും. കണ്ടോ? അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് അതിനെ പറയാം. സിസ് ട്രാൻസ് ഐസോമറിസത്തിൻ്റെ വേറെ പേരാണ് ജോമെട്രിക്കൽ ഐസോമറിസം. റെഡി? ഇതിൽ ബി, കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ.
ഈ ചാപ്റ്ററിൽ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത് അല്ലേ? ഇവിടെയും കണ്ടോ നിങ്ങൾ 3CH ട്രിപ്പിൾ ബോണ്ട് CH കണ്ടപ്പോഴേക്ക് ഓർമ്മ വന്നു. എന്താണ് ഓർമ്മ വന്നത്? റെഡ് ഹോട്ട് അയൺ ട്യൂബ് എന്ന് എവിടെ കണ്ടാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ബെൻസീനാണ്. ഏതെന്നായിരിക്കും ഉണ്ടാവുക? അസറ്റിലീൻ എന്ന് പറയുന്ന CH ട്രിപ്പിൾ ബോണ്ട് CH ആണ് റിയാക്റ്റൻ്റ് എങ്കിൽ, റെഡ് ഹോട്ട് അയൺ ട്യൂബ് എന്ന ആരോ മാർക്കിന് മുകളിൽ ഉണ്ട് എങ്കിൽ ഉത്തരം ബെൻസീനാണ്. ബെൻസീൻ C6H6. കാൽസ്യം കാർബൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് കിട്ടുക? അസറ്റിലീൻ കിട്ടും. C2H2. ആരാണ് ഈ അസറ്റിലീൻ? ഒന്നാമത്തെ ഇക്വേഷനിലെ റിയാക്റ്റൻ്റ് സൈഡിലുള്ള CH ട്രിപ്പിൾ ബോണ്ട് CH പറഞ്ഞ ആളാണ് C2H2 പറഞ്ഞത്. അത് കിട്ടാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ കാൽസ്യം കാർബൈഡിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ മതി. ഹൗ ക്യാൻ യു പ്രിപ്പയർ അസറ്റിലീൻ ഫ്രം കാൽസ്യം കാർബൈഡ്? Calcium carbide react with water to form acetylene. What is the formula of acetylene? C2H2. What is its structure? CH triple bond CH. What is its structure? That is linear structure. What is its hybridization? In carbon, triple bonded carbon in the hybridization, always sp. That is linear structure. നന്നായി ശ്രദ്ധിക്കുക. C. Draw the Sohos projection for the eclipsed and staggered form of ethane molecule. പ്രശ്നം ചെയ്യല്ലോ. ഇനി ചിത്രം കാണണോ? സ്ക്രീനിലേക്ക് നോക്കൂ. വളരെ പ്രധാനമാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വീണ്ടും വന്നു. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. ഈ 20ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പഠിച്ചു വെച്ചാൽ അതേപോലെ പരീക്ഷയ്ക്ക് വരുന്ന രൂപത്തിലുള്ള ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യനാണിത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, പഠിച്ചു വെക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, അടുത്തിലേക്ക് പോയാലോ. 21. How is alkane prepared by Kolb's electrolytic method? Kolb's electrolytic മെത്തേഡിലൂടെ എങ്ങനെയാണ് ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യുക? ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. COONAO COOKO ഉണ്ടായാൽ അതിനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ മതി. അപ്പോൾ എന്താ കിട്ടുക? COONA എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഏതാ ഗ്രൂപ്പ് നോക്കുക? ആൽക്കൈൽ ഗ്രൂപ്പ്. ഒരു കാർബണാണുള്ളത്. അപ്പോൾ ആ കാർബണിൻ്റെ ഡബിൾ വരും പ്രോഡക്റ്റ്. അപ്പോൾ CH3 ഈഥേന് കിട്ടും. COONAയുടെ അപ്പുറത്തുള്ള ഗ്രൂപ്പ് എന്താണോ ആ ഗ്രൂപ്പിൻ്റെ ഡബിൾ ഉണ്ടാവും പ്രോഡക്റ്റ്. ഓക്കെ, ക്ലിയർ? നന്നായി ശ്രദ്ധിക്കുക. അടുത്തത്, സെലക്ട് ദി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഫ്രം ദി ഫോളോയിങ്. 4 പേരവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാണ്? NH2 ഗ്രൂപ്പും CH3 ഗ്രൂപ്പുമാണ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ഇനി ഞാൻ ഒരാളെ പറയാം, അവിടെ തരാത്ത ഒരാളെ തരാം. OH ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. NH2 CH3 OH ഇതൊക്കെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഞാൻ അതുകൂടി ഓർത്തോളി. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ആ 3 ഗ്രൂപ്പും ബെൻസീൻ റിങ്ങിലുണ്ടെങ്കിൽ ഓർത്തോയിലും പാരയിലും നെഗറ്റീവ് ചാർജ് വരും റെസൊണൻസിൻ്റെ ഫലമായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? അതിൽ SO3H COOH. ഇനി വേറൊരാളെയും കൂടെ ഞാൻ പറഞ്ഞുതരാം. NO2 നൈട്രോ ഗ്രൂപ്പ്. ഇത് 3ഉം ഡി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇവർ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പും കൂടിയാണ് എന്ന് ഓർത്തിരിക്കുക. സി. വാട്ട് ഈസ് ഓസോണോളിസിസ്? ഓസോണുമായിട്ടുള്ള റിയാക്ഷനാണ് ഓസോണോളിസിസ്. റൈറ്റ് ദി നെയിം ഓഫ് പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ പ്രൊപ്പീൻ അണ്ടർഗോ ഓസോണോളിസിസ്. പ്രൊപ്പീൻ 3 കാർബണുള്ള ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് പ്രൊപ്പീൻ. അത് ഓസോണായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു വീടെടുത്ത മാതിരി ആ 3 ഓക്സിജനും കണ്ടോ, ആ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് കൂടെ അങ്ങനെ കവർ ചെയ്ത് പോയിന്. അത് കഴിഞ്ഞ് അതിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറമുള്ള എത്ര കാർബൺ? 2 കാർബൺ. ഇപ്പുറത്ര 1 കാർബൺ. അപ്പോൾ ഇപ്പുറത്തുള്ള 2 കാർബണിന് ഈക്വലായ ഒരു ആൽഡിഹൈഡ് കിട്ടും. അതാണ് CH3CHO, 2 കാർബണുള്ള ആൽഡിഹൈഡ്. പിന്നെ അപ്പുറത്ത് 1 കാർബണാണുള്ളത്, 1 കാർബണുള്ള ആൽഡിഹൈഡും കിട്ടും. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ കുറേ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ആൾസോ നെയിം ദം. താഴെ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് എഴുതുക, എന്നിട്ട് ആ റിയാക്ഷൻ്റെ നെയിം എഴുതുക. ആദ്യത്തെ ഇക്വേഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്താണത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് വുഡ്സ് റിയാക്ഷൻ. വാട്ട് വിൽ ബി ദി പ്രോഡക്റ്റ്? CH3 ഈഥെയിനാണ് അവിടെ പ്രോഡക്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ 20ാമത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നല്ലോ.
അടുത്ത CH3CH2Br ആൽക്കഹോളിക് KOH എവിടെ വന്നാലും ഞാൻ പ്രോഡക്റ്റ് ഇങ്ങോട്ട് പറഞ്ഞു തന്നുണ്ട്. എന്താ പ്രോഡക്റ്റ്? ആൽക്കീൻ. ഇവിടെ ഏത് ആൽക്കീനാണ് കിട്ടുക? 2 കാർബണുള്ള ആൽക്കീൻ. ദാറ്റ് ഈസ് CH2 ഡബിൾ ബോണ്ട് CH2. ഗുഡ്. അടുത്ത് CH3COONA സോഡിയം ഹൈഡ്രോക്സൈഡ് ബാർ CaO. NaOH ബാർ CaOക്ക് ഒരു പേരുണ്ട്, സോഡ ലൈം എന്ന്. അപ്പോൾ ആരോമാർക്കിൻ്റെ മോളെ സോഡ ലൈം എന്ന് എഴുതിയാലും ഉത്തരം ഇത് തന്നെ വരും. എന്താണ്? അപ്പോൾ സോഡ ലൈമിൽ വെച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും എന്നറിയോ? ആ COONA എന്ന് പറഞ്ഞ ആളെ തല മുറിച്ചിട്ടാണ് പോകും. അതാണ് മുറിക്ക് വിടുന്നത്. മുറിച്ച് കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? CH3. ആ CH3യിലേക്ക് ഒരു ഹൈഡ്രജൻ സോഡിയം ഹൈഡ്രോക്സൈഡ് കൊടുക്കും. സോഡിയം ഹൈഡ്രോക്സൈഡിലെ H CH3ൻ്റെ കൂടെ പോകും. അപ്പോൾ എന്താ പ്രോഡക്റ്റ്? CH4 മീഥേനാവും. ഓർക്കാൻ വളരെ എളുപ്പം. ആ COONAയുടെ മുന്നുള്ള ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു H ആണ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ മീഥേന് കിട്ടി. അടുത്തതിൽ B an alkene. A ozonolysis gave 2 molecule of formaldehyde. 2 മോളിക്യൂൾ ഫോമാൽഡിഹൈഡ് പറഞ്ഞാൽ ബേജാറാണ്ട. ഒരു കാർബണുള്ള ആൽഡിഹൈഡിനാണ് ഫോമാൽഡിഹൈഡ് എന്നറിയാം. HCHO എന്ന് അതിൻ്റെ ഫോർമുല വേണമെങ്കിൽ എഴുതി വെച്ചോ. അങ്ങനെ 2 മോളിക്യൂൾ ഫോമാൽഡിഹൈഡ് കിട്ടുന്നു. അതായത് ഒരു കാർബണുള്ള ആൽഡിഹൈഡ് 2 കിട്ടുന്നു. ഒരു കാർബണുള്ള ആൽഡിഹൈഡ് 2 കിട്ടി എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറം ഒരു കാർബൺ, ഇപ്പുറത്തൊരു കാർബൺ. അങ്ങനെ ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറം ഒരു കാർബണും ഇപ്പുറം ഒരു കാർബണുള്ള കോമ്പൗണ്ടിൻ്റെ പേരെന്താ? യഥീൻ ഓർ എത്തിലീൻ. കണ്ടങ്ങൾ അതവിടെ ചെയ്ത് കണ്ടില്ലേ? അത്രയുള്ള സംഭവം. അപ്പോൾ ഓസോണോളിസിസ് പഠിക്കാതെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പോകരുത് കേട്ടോ. പിന്നെ ആ 3 റിയാക്ഷൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തേത് വുഡ്സ് റിയാക്ഷൻ. രണ്ടാമത്തതോ എന്താ റിയാക്ഷൻ്റെ പേര്? ഡീഹൈഡ്രോഹാലജനേഷൻ. അടുത്തതിനെന്താ പേര്? ഡീകാർബോക്സിലേഷൻ. പേര് അവിടെ ഉത്തരത്തിലവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. എന്തായാലും ഓരോന്നിൻ്റെ പേര്. ഒന്നാമത്തേൻ്റെ പേര് വുഡ്സ് റിയാക്ഷൻ, രണ്ടാമത്തേൻ്റെ പേര് ഡീഹൈഡ്രോഹാലജനേഷൻ, മൂന്നാമത്തേൻ്റെ പേര് ഡീകാർബോക്സിലേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 23. ബെൻസീൻ റിങ് ക്ലോറിനുമായി അൾട്രാ വയലറ്റിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നു. നെയിം ദി പ്രോഡക്റ്റ് എ. എന്തായിരിക്കും അവിടെ പ്രോഡക്റ്റ്? എത്ര പ്രാവശ്യം വന്നത്? ബെൻസീൻ ഹെക്സാക്ലോറൈഡ് BHC. ബെൻസീൻ ഹെക്സാക്ലോറൈഡ് BHC അതാണ്. ഓക്കെ, അടുത്ത് B. ഡ്രോ ദി ന്യൂമൻ പ്രൊജക്ഷൻ ഫോർ ദി എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് N-ബ്യൂട്ടൈൻ. നോർമൽ ബ്യൂട്ടൈനിൻ്റെ സ്റ്റാഗേർഡും എക്ലിപ്സ്ഡുമായ കൺഫർമേഷൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. ന്യൂമൻ പ്രൊജക്ഷൻ വരയ്ക്കുക. നടക്കുമോ? നടക്കണമല്ലോ. നോർമൽ ബ്യൂട്ടൈൻ്റെ ആണ്. ചിത്രത്തിൽ നോക്കൂ, അതാണ് ചിത്രം. നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത C. വാട്ട് ഈസ് ബയേഴ്സ് റിയേജൻറ്റ്? ബയേഴ്സ് റിയേജൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് KMnO4 സൊല്യൂഷൻ. KMnO4ൻ്റെ പേരാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഫോർ ഇറ്റ്സ് റിയാക്ഷൻ വിത്ത് എത്തിലീൻ. ഇത് എത്തിലീനുമായി പ്രവർത്തിച്ചാൽ എന്താണ് കിട്ടുക? ഇതേപോലത്തെ ഒരു ചോദ്യം 15ാമത്തെ ക്വസ്റ്റ്യനായിട്ട് 2018 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് വോള്യത്തിൽ നോക്കുക, ഫസ്റ്റ് പാർട്ടിൽ നോക്കുക. അവിടെ കിട്ടിയ ഉത്തരം ഗ്ലൈക്കോൾ എന്നാണ്. ഗ്ലൈക്കോൾ. ഉത്തരം എവിടെ ആയില്ലേ? അടുത്തേക്ക് പോയാലോ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രീ റൊട്ടേഷൻ ഈസ് പോസിബിൾ വിത്ത് റെസ്പെക്ട് ടു കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ. കാർബണും തമ്മിലുള്ള സിഗ്മ ബോണ്ടിനെ അടിസ്ഥാനമാക്കി സ്വതന്ത്രമായി ആറ്റംസ് കറങ്ങും. ദി റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബോണ്ട് ഇൻ കൺഫർമേഷൻ ഈസ് കാൾഡ്. തൊട്ടടുത്ത ബോണ്ടുകൾ തമ്മിലുള്ള റിപ്പൾസീവ് ഇൻട്രാക്ഷനെ നമ്മളൊരു പേര് പറയും. എന്ത് പറയും? ടോർഷണൽ സ്ട്രെയിൻ. കറങ്ങണ്ടേ? ഫാനിൻ്റെ ലീഫ് കറങ്ങണ മാതിരി ഇങ്ങനെ കറങ്ങുമ്പോൾ അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാവും. റിപ്പൾഷൻ്റെ ഭാഗമായിട്ടുണ്ടാണ് സ്ട്രെയിന്. ആ സ്ട്രെയിനിൻ്റെ പേരാണ് ടോർഷണൽ സ്ട്രെയിൻ. B. ഡ്രോ ന്യൂമൻ പ്രൊജക്ഷൻ ഓഫ് ദി 2 കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ.
ഈഥൈൻ്റെ കൺഫർമേഷൻ്റെ 2 സ്റ്റാഗേർഡും എക്ലിപ്സ്ഡും വരയ്ക്കുക. എന്നിട്ടോ ന്യൂമൺ പ്രൊജക്ഷനിൽ വരക്കണം. എന്നിട്ട് വിച്ച് എമംഗ് ദീസ് മോർ സ്റ്റേബിൾ, ഏതാണ് സ്റ്റേബിൾ എന്ന് പറയണം. ഏതാ? ന്യൂമൺ പ്രൊജക്ഷനിൽ 2 എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും നമുക്ക് വരച്ചില്ലേ? ചിത്രം നോക്കിക്കോളൂ. അതിലേതാ സ്റ്റേബിൾ? മോർ സ്റ്റേബിൾ ഈസ് സ്റ്റാഗേർഡ് ബിക്കോസ് റിപ്പൾഷൻ ഈസ് മിനിമം. ഇത്ര പ്രാവശ്യം പറഞ്ഞില്ലേ? അടുത്തത് ആൻ ആൽക്കീൻ ഓൺ ഓസോണോളിസിസ് ഫോംഡ് ബൈ റിഡക്ഷൻ ഓഫ് ഓസോണൈഡ് ഫോംഡ് വിത്ത് സിങ്ക് ആൻഡ് വാട്ടർ ഗേവ് മിക്സ്ചർ ഓഫ് എത്തനാൽ ആൻഡ് മെത്തനാൽ. അപ്പോൾ 2 ആൽഡിഹൈഡ് കിട്ടിയാണ്. എത്തനാലും കിട്ടിയാണ്, മെത്തനാലും കിട്ടിയാണ്. 2 കാർബണുള്ള ആൽഡിഹൈഡും കിട്ടിയാണ്, 1 കാർബണുള്ള ആൽഡിഹൈഡും കിട്ടിയാണ്. അപ്പോൾ ആൽക്കീൻ ഏതാ? മനസ്സിലായില്ലേ? 3 കാർബണുള്ള ആൽക്കീൻ. ദാറ്റ് ഈസ് പ്രൊപ്പീൻ. വെരി ഗുഡ്. അത്രയേ ഉള്ളൂ. ഐഡൻറ്റിഫൈ ആൽക്കീൻ, ദാറ്റ് ഈസ് പ്രൊപ്പീൻ. ഇല്ലുസ്ട്രേറ്റ് ദി അബോവ് മെൻഷൻഡ് റിയാക്ഷൻ യൂസിങ് കെമിക്കൽ ഇക്വേഷൻ. ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്, പാർട്ട് 1. ഇനി ഇക്വേഷൻ വേണമെങ്കിൽ നോക്കിക്കോളൂ, സ്ക്രീനിലേക്ക് നോക്കൂ. പ്രൊപ്പീനിൽ നിന്ന് എത്തനാലും മെത്തനാലും ഉണ്ടാകുന്നത് നമുക്ക് കാണാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെയിം ദി ഫോളോയിങ് റിയാക്ഷൻ. 3 റിയാക്ഷൻ അവിടെ തന്നിട്ട് നമുക്ക് ആകെ പേരിടുന്ന പണി മാത്രമേ ഉള്ളൂ. എളുപ്പമല്ലേ? C6H14 ഹെക്സൈനാണ്. നോർമൽ ഹെക്സൈനാണ്. ഒരു ചെയിനായിട്ട് ഇങ്ങനെ നിൽക്കുക. നോർമൽ ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ ഒരു ചെയിനിൽ ഇങ്ങനെ നിൽക്കുക. 6 കാർബൺ ഒരൊറ്റ ലൈനിൽ ഇങ്ങനെ നിന്നു. അതിന് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും HCl വെച്ചിട്ട് റിയാക്ട് ചെയ്തു. ഒന്ന് ഹീറ്റ് ചെയ്തപ്പോൾ നോക്കിയേ, 5 കാർബൺ ഒരു ചെയിനിലും 1 കാർബൺ ഇങ്ങോട്ട് തൂങ്ങി നിന്നു. ഇതിനെന്താ പറയുക? ഐസോമറൈസേഷൻ. ഒരു ഐസോമർ ഉണ്ടായി, ചെയിൻ ഐസോമറാണ് ഉണ്ടായത്. ആദ്യം 6ഉം ഒരു ചെയിനിലായിരുന്നു, ഇപ്പോൾ ഒരു കാർബൺ അങ്ങോട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഒരു ഐസോമർ ഉണ്ടായി. എങ്ങനത്തെ ഐസോമർ? ചെയിൻ ഐസോമർ ഉണ്ടായി. അതുകൊണ്ട് ഈ റിയാക്ഷനെ ഐസോമറൈസേഷൻ എന്ന് പറയും. അതിൽ കാർബണിൻ്റെ എണ്ണം 6 അല്ലേ നോക്കൂ കിട്ടിയ പ്രോഡക്റ്റിൽ. അതിൽ ഹൈഡ്രജൻ്റെ എണ്ണം 14 നോക്കൂ. ഓക്കെയാണ്, അപ്പോൾ ഐസോമറാണ്. അടുത്ത് C6H14 വീണ്ടും നോർമൽ ഹെക്സൈൻ. നോർമൽ ഹെക്സൈനെ നന്നായി കൊണ്ട് ചൂടാക്കി വെനേഡിയം പെൻറ്റോക്സൈഡിൽ വെച്ചിട്ട് ചൂടാക്കിയപ്പോൾ കിട്ടിയത് ബെൻസീൻ കിട്ടി. 6 കാർബണുള്ള ബെൻസീൻ. 6 കാർബണുള്ള ബെൻസീൻ എന്നല്ല, ബെൻസീനിൽ 6 കാർബണാണ് ഉണ്ടാവുക. അങ്ങനെ 6 കാർബണുള്ള ഹെക്സൈനിനെ ചൂടാക്കി വെനേഡിയം പെൻറ്റോക്സൈഡിൽ വെച്ച് ചെയ്തപ്പോൾ ബെൻസീൻ എന്ന് പറയുന്ന അരോമാറ്റിക് കോമ്പൗണ്ട് കിട്ടി. അതുകൊണ്ട് ഇതിന് അരോമാറ്റിക് കോമ്പൗണ്ട് കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ പേര് അരോമറ്റൈസേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹെപ്റ്റൈനെ ചൂടാക്കിയാലോ? ഹെപ്റ്റൈനെ ചൂടാക്കിയാൽ ടൊളുവിനാണ് കിട്ടുക. ഓർത്തിരിക്കണം, ഹെപ്റ്റൈനെ ചൂടാക്കിയാൽ, ഹെക്സൈനെ ചൂടാക്കിയാൽ ബെൻസീൻ, ഹെപ്റ്റൈനെ ചൂടാക്കിയാൽ ടൊളുവിൻ. ഓക്കെ, അടുത്തത് 3ാമത്തത് C6H14 തന്നെ, അതേ കോമ്പൗണ്ട് തന്നെ, ഹെക്സൈന് തന്നെ. ജസ്റ്റ് ചൂടാക്കുന്നു. ഈ ചൂടാക്കുന്നതിനെ പൈറോളിസിസ് എന്നാണ് പറയുക. ജസ്റ്റ് ചൂട്, കാറ്റലിസ്റ്റ് ഒന്നുമില്ല, അങ്ങോട്ട് ചൂടാക്കിയപ്പോൾ അതാണ് മുറിഞ്ഞിട്ട് 2ആയി മാറി. എന്താണ്? 4 കാർബണുള്ള ഒരാളും 2 കാർബണുള്ള ഒരാളുമായിട്ട് മാറി. ബ്യൂട്ടീനും ഈഥൈനുമായിട്ട് മാറി. ഇതിൻ്റെ പേരാണ് പൈറോളിസിസ്. പൈറോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്നാണ്. പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൊടുത്തിട്ട് മുറിക്കുക. ലിസിസ് എന്ന് പറയാൻ മുറിയുക, സ്പ്ലിറ്റിങ്. പൈറോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൊടുത്ത് മുറിക്കുക. അപ്പോൾ പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, നാഫ്തലീൻ ഈസ് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് അരോമാറ്റിസിറ്റി യൂസിങ് ഹക്കൽ റൂൾ. വാട്ട് ഈസ് ഹക്കൽ റൂൾ? ഹക്കൽ റൂൾ എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് കോമ്പൗണ്ട് ആണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂളാണ്. 4n+2 പൈ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് അരോമാറ്റിക് ആണ് എന്ന് പറയും. നാഫ്തലീൻ അരോമാറ്റിക് ആണ്, കാരണം നാഫ്തലീനിൽ 10 പൈ ഇലക്ട്രോൺ ഉണ്ട്. 10 പൈ ഇലക്ട്രോൺ ഉണ്ട് നാഫ്തലീനിൽ. ആ 4n+2 എന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ n പകരം 2 കൊടുത്തു നോക്കിയാൽ 4 × 2 + 2 ദാറ്റ് ഈസ് 10. അപ്പോൾ ഹക്കൽ റൂൾ അനുസരിക്കുന്നുണ്ട്. 4n+2 എന്ന് പറഞ്ഞ ഇക്വേഷൻ അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാഫ്തലീൻ എന്താണ്? അരോമാറ്റിക് ആണ്. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രോ കാർബൺസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഓൺലി. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബണോ ഹൈഡ്രജനോ ഉള്ള കോമ്പൗണ്ടാണ്. കംപ്ലീറ്റ് ദി ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ. എത്ര പ്രാവശ്യം ആവർത്തിച്ചു വന്നു? ഇതിനി പഠിക്കാതെക്കണത് എന്തൊരു മോശമാണ്. കണ്ടോ, 2CH3Br + 2Na gives dry ether gives what?
ഈതെയിനാണ് കിട്ടുക. 2 കാർബണുള്ള ആൽക്കെയിന് കിട്ടും. ഈതെയിൻ എങ്ങനെ മനസ്സിലായി? ബി ആറിൻ്റെ അപ്പുറത്തുള്ള ഗ്രൂപ്പ് CH3, CH3യുടെ ഡബിൾ വരും, ഈതെയിൻ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് പ്ലസ് സിങ്കിൽ വെച്ച് ചൂടാക്കി, അപ്പോൾ ബെൻസീൻ കിട്ടി. അപ്പോൾ ആരാണ് ഡാഷ്? ഫീനോളാണ്. ഫീനോളിനെ സിങ്കിൽ വെച്ച് ചൂടാക്കുമ്പോഴാണ് ബെൻസീൻ കിട്ടുക. ഓക്കെ. ഇനി ബെൻസീൻ പ്ലസ് ക്ലോറിൻ, ബെൻസീൻ ക്ലോറിനുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ പ്രസൻസിൽ. അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക? ബെൻസീൻ ഹെക്സാക്ലോറൈഡ്, BHC. കിട്ടിയില്ലേ? ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്, പഠിച്ചോളി. ഇനി ഇത് കാത്തിരിക്കരുത്. അനലൈസ് ദി ഫോളോയിങ് റിയാക്ഷൻ. താഴെ തന്നിരിക്കുന്ന റിയാക്ഷനെ ഒന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് എയും ബിയും എന്താണെന്ന് പറയുക. ഇവിടെ മാർക്കോണിക്കോഫ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? അൺസിമെട്രിക്കൽ ആൽക്കീനാണ് തുടക്കത്തിലുള്ളത്. ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറമുള്ള കാർബണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. HBr എന്ന് പറഞ്ഞത് അൺസിമെട്രിക്കൽ റിയേജൻ്റാണ്. എച്ചും BRും ആണ്. എച്ചിൻ്റെയും BRൻ്റെയും ഇടക്ക് മുറിച്ചാൽ വ്യത്യസ്തമായ ആളെയാണ് കിട്ടുക. അപ്പോൾ റിയേജൻ്റ് അൺസിമെട്രിക്കൽ റിയേജൻ്റാണ്. അൺസിമെട്രിക്കൽ റിയേജൻ്റ് അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഭാഗമായ H കൂടുതൽ ഹൈഡ്രജൻ ഉള്ളിടത്തേക്ക് പോകും. ഡബിൾ ബോണ്ടഡ് കാർബണിൽ കൂടുതൽ ഹൈഡ്രജൻ ഉള്ളത് എവിടെ നോക്കും? CH ഉണ്ട് ഡബിൾ ബോണ്ടഡ് കാർബൺ, CH2 ഉണ്ട് ഡബിൾ ബോണ്ടഡ് കാർബൺ. അപ്പോൾ CH2യിലേക്ക് പോകും. CH2യിലേക്ക് H പോയാൽ CH3 എന്നാവും. CHലേക്ക് Br പോകും, അപ്പോൾ CHBr എന്നാവും. ഉത്തരമായില്ലേ? CH3 CHBr CH3. കിട്ടില്ലേ? അപ്പോൾ B എന്താ? B നേരെ തിരിച്ചു വരും. ഇതാണ് കൂടുതലുണ്ടാവുക. A എന്ന് പറയുന്നത് കൂടുതലുണ്ടാവും, B എന്ന് പറഞ്ഞത് കുറഞ്ഞ അളവിലേ ഉണ്ടാവുള്ളൂ. അത് മൈനറായിരിക്കും, കാരണം ഇത് മാർക്കോണിക്കോഫ് റൂളാണ്. ഓക്കെ, ശരി. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഹയർ ഹോമലോഗ് ഓഫ് ബെൻസീൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദി ഫോളോയിങ് റിയാക്ഷൻ. ബെൻസീനിൻ്റെ തൊട്ട് മുകളിലുള്ള ഹോമലോഗ സീരീസിലെ ആൾ ആരാണ്? താഴെ പറയുന്ന റിയാക്ഷനിലൂടെ ഉണ്ടാക്കാം. ബെൻസീൻ പ്ലസ് A, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ആരാണ് A? A എന്ന് പറഞ്ഞാൽ CH3Cl ആണ്. ഐഡൻറ്റിഫൈ റിയേജൻ്റ് A, CH3Cl ആണ്. എത്ര പ്രാവശ്യം ആവർത്തിച്ച് വന്നത്? അത് ക്ലോറോമീഥീനാണ്. വിച്ച് നെയ്മഡ് ദിസ് റിയാക്ഷൻ? ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്നാണ് പറയുക. നമുക്ക് അത്ഭുതം തോന്നും മക്കളെ. ഈ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിലും ഈ പാർട്ടിലും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എത്ര ക്വസ്റ്റ്യനാണ് ഒരേപോലത്തെ ക്വസ്റ്റ്യൻ വന്നത്. ഇതാണ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാർക്ക് കിട്ടും എന്നുള്ളതിന് എന്താ ഇനി നമുക്ക് സംശയമുള്ളത്? അപ്പോൾ ഇവിടെ നടന്ന റിയാക്ഷൻ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷനാണ്. റൈറ്റ് ദ റിയാക്ഷൻ മെക്കാനിസം ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ മെക്കാനിസം എഴുതണം. അതാണ് മെക്കാനിസം എഴുതിയത്. ആദ്യം എന്ത് ചെയ്തു? മെക്കാനിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പ്, ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നതിലേക്ക് നയിക്കുന്ന സ്റ്റെപ്പുകൾക്കാണ് മെക്കാനിസം എന്ന് പറയുക. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ പറയുക? ഇലക്ട്രോഫൈൽ ഉണ്ടാകുക. CH3Cl അലൂമിനിയം ക്ലോറൈഡുമായി പ്രവർത്തിച്ച് CH3+ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജുള്ള ആളുണ്ടായി. പോസിറ്റീവ് ചാർജുള്ള ആൾക്ക് നെഗറ്റീവിനെ ഭയങ്കര ഇഷ്ടമാവും. അതുകൊണ്ട് അതിനെ ഇലക്ട്രോഫൈൽ എന്ന് പറയാം. നെഗറ്റീവിന് ഇഷ്ടപ്പെടുന്ന ആൾ ഇലക്ട്രോഫൈൽ. അപ്പോൾ CH3+ ഇലക്ട്രോഫൈലാണ്. ആദ്യം ഇലക്ട്രോഫൈൽ ഉണ്ടായി. ആ ഇലക്ട്രോഫൈൽ ബെൻസീൻ്റെ മുകളിൽ കയറിയപ്പോൾ ഒരു ഹൈഡ്രജൻ കണ്ട. അവിടുന്ന് CH3 ആണ് വന്നപ്പോൾ ഒരു ഹൈഡ്രജന് അവിടെ നിൽക്കാൻ പറ്റാതായി. ഹൈഡ്രജൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഹൈഡ്രജൻ ഇറങ്ങിപ്പോയപ്പോൾ അത് ടൊളുവിനായിട്ട് മാറി. റിമൂവൽ ഓഫ് പ്രോട്ടോൺ. അതാണ് ഹൈഡ്രജൻ ഇറങ്ങിപ്പോണതിനാണ് നമ്മൾ റിമൂവൽ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞത്. ഓക്കെ, പോരെ? അപ്പോൾ മെക്കാനിസം പഠിച്ചു. കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ. എന്താണിപ്പത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. CH3Br + Na ഡ്രൈ ഈതർ. ഏതായത് വുഡ്സ് റിയാക്ഷനാണ്. പ്രോഡക്റ്റ് എന്താ? CH3 ഈതെയിൻ. CaC2 + H2O എന്താ പ്രോഡക്റ്റ്? അസറ്റിലീൻ. CH ട്രിപ്പിൾ ബോണ്ട് CH, അതായത് C2H2 അസറ്റിലീൻ അല്ലെങ്കിൽ ഇഥൈൻ എന്നറിയപ്പെടും. മൂന്നാമത്തത് CH ട്രിപ്പിൾ ബോണ്ട് CH റെഡ് ഹോട്ട് അയൺ ട്യൂബ് എന്ന് കണ്ടാൽ തന്നെ ഉത്തരം എഴുതണം ബെൻസീൻ. അപ്പോൾ അതും കിട്ടി, ബെൻസീൻ. B, ഇല്ലുസ്ട്രേറ്റ് മാർക്കോണിക്കോഫ് റൂൾ ടേക്കിംഗ് ദി എക്സാമ്പിൾ ഓഫ് പ്രൊപ്പീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ വെച്ചുകൊണ്ട് മാർക്കോണിക്കോഫ് റൂൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക. അത് പ്രൊപ്പീന്. CH3 CH ഡബിൾ ബോണ്ട് CH2 + HBr
റിയാക്ട് ചെയ്തപ്പോൾ കണ്ടോ, കൂടുതൽ ഹൈഡ്രജനിലോടത്തേക്ക് ഹൈഡ്രജൻ പോയി. അതാണ് CH3 എന്നായത്. BR കുറഞ്ഞ ഹൈഡ്രജനിലോടത്തേക്കും പോയി. അപ്പോൾ സെൻറ്ററിലേക്ക് BR വന്നു. അത് മേജർ പ്രോഡക്റ്റ് ആയിരിക്കും. എന്നാൽ ഒന്നാമത്തെ കേസിൽ ഉണ്ടായതാണെന്ത്, മേജർ പ്രോഡക്റ്റ്. എന്നാൽ കുറഞ്ഞ അളവിൽ എന്ത് ചെയ്യും, BR ആദ്യത്തെ കാർബണിലേക്ക് പോകും, ഹൈഡ്രജൻ സെൻറ്ററിലേക്കും പോകും. അങ്ങനെ വരുന്നതുകൊണ്ട് അത് മൈനർ ആയിരിക്കും, അളവ് കുറവായിരിക്കും. ഓക്കെ. എപ്പോഴാണ് ഈ റിയാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കുക? ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ നടക്കുമ്പോൾ. എപ്പോഴാണ് ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ ഒബേ ചെയ്യുക? പെറോക്സൈഡിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ. അപ്പോൾ ആരോ മാർക്കിൻ്റെ മോളെ പെറോക്സൈഡ് എന്നുണ്ടെങ്കിൽ ഈ ഇപ്പം നടന്ന റിയാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടക്കുക. ഓക്കെ. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ സ്പെഷ്യൽ കണ്ടീഷൻ അഡീഷൻ ഓഫ് HBr ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ ടേക്ക് പ്ലേസ് കോൺട്രറി ടു മാർക്കോണിക്കോവ് റൂൾ. മാർക്കോണിക്കോവ് റൂളിനെതിരായി അൺസിമെട്രിക്കൽ റിയേജൻ ആൽക്കീനിലേക്ക് HBr ആഡ് ചെയ്യുമ്പോൾ നടക്കാറുണ്ട്. ഏതാണ് ആ സ്പെഷ്യൽ കണ്ടീഷൻ? മാർക്കോണിക്കോവ് റൂളിന് എതിരായി അഡീഷൻ നടക്കാറുണ്ട് ചില കണ്ടീഷനിൽ. അതേത് കണ്ടീഷനാണ്? ഒന്നാമത്തെ ചോദ്യം, അത് പെറോക്സൈഡിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, ഇൻ ദി പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ്. ബി, ഗിവ് ദി മെക്കാനിസം ഓഫ് ആൻറ്റി മാർക്കോണിക്കോവ് അഡീഷൻ ഓഫ് HBr ടു പ്രൊപ്പീൻ. പ്രൊപ്പീനിലേക്ക് HBr ആഡ് ചെയ്യുന്നത് പെറോക്സൈഡിൻ്റെ സമയത്താകുമ്പോൾ ഉണ്ടാകുന്ന മെക്കാനിസം. അത് ആ സ്റ്റെപ്പ് അവിടെ കൊടുത്തു. ആദ്യം പ്രൊപ്പീൻ HBr ആയിട്ട് പെറോക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ BR കൂടുതൽ ഹൈഡ്രജനിലോടത്തേക്ക് പോകും, ഹൈഡ്രജൻ കുറഞ്ഞ ഹൈഡ്രജനിലോടത്തേക്കും പോകും. കാരണം ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ അല്ലേ. അങ്ങനെ കിട്ടിയ പ്രോഡക്റ്റ് വരാനുള്ള കാരണമാണ് പറഞ്ഞത്. പെറോക്സൈഡ് എന്ത് ചെയ്യുക? ഇതാണ് പെറോക്സൈഡ് പറഞ്ഞാലുള്ള ചിത്രം. C6H5 COOO C6H5. അതാണ് പെറോക്സൈഡ്. ആ പെറോക്സൈഡിന് ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിങ് നടക്കും. ഹോമോലൈറ്റിക് ഫിഷൻ നടന്നിട്ട് 2 ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. ആ 2 ഫ്രീ റാഡിക്കലിൽ നിന്ന് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യും. അതവിടെ കണ്ടില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തു. അപ്പോൾ അവിടെ ഫിനൈൽ റാഡിക്കൽ ഉണ്ടായി. ഫിനൈൽ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ C6H5 ആണ്. ആ ഫിനൈൽ റാഡിക്കൽ HBr ആയിട്ട് പ്രവർത്തിക്കും. അപ്പോൾ എന്താണെന്ന് പറയാം, HBrലെ H ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ബെൻസീനായി മാറും. പിന്നെ BR ഡോട്ടാണുള്ളത്. BR ഡോട്ട് തന്നെ ഫ്രീ റാഡിക്കൽ. BRൻ്റെ ഫ്രീ റാഡിക്കൽ പ്രൊപ്പീനുമായി റിയാക്ട് ചെയ്യുന്നുണ്ട് അവിടെ. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ അവിടെ ഉണ്ടായ പ്രോഡക്റ്റ് നോക്കൂ. BR സെൻറ്ററിലേക്ക് വന്നാൽ അത് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. BR സെൻറ്ററിലേക്ക് വന്നാൽ ലെസ് സ്റ്റേബിൾ. BR ആ എൻഡിലേക്ക് പോയാൽ അത് മോർ സ്റ്റേബിൾ ആയിരിക്കും. കാരണം എന്താ അറിയോ, അത് സെക്കൻഡറി ഫ്രീ റാഡിക്കലാണ്. മറ്റേത് പ്രൈമറി ഫ്രീ റാഡിക്കലാണ്. പ്രൈമറി ഫ്രീ റാഡിക്കലാണോ സെക്കൻഡറി ഫ്രീ റാഡിക്കലാണോ മോർ സ്റ്റേബിൾ? സെക്കൻഡറി ഫ്രീ റാഡിക്കലാണ്. അതുകൊണ്ട് BR സൈഡിൽ ചെല്ലും. സെൻറ്ററിൽ BR വരുന്നത് സ്റ്റേബിൾ അല്ല. അപ്പോൾ സൈഡിൽ BR വരുമ്പോൾ അത് സ്റ്റേബിളാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ഡോട്ട് ഉണ്ട്. ആ ഡോട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒരു ഹൈഡ്രജൻ അവിടെ വന്നു. ദാറ്റ് ഈസ് ദി മേജർ പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് എ മെക്കാനിസം. ഓക്കെ. വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രശ്നമാക്കണ്ട. അതിൻ്റെ ഒരു 1-2 സ്റ്റെപ്പുകൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ആൻറ്റി മാർക്കോണിക്കോവ് റൂളാണെന്ന് ഓർത്തു വെക്കണം. എന്താണ് ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ എന്ന് പഠിച്ചു വെക്കണം. പെറോക്സൈഡ് ഇഫക്റ്റ് എന്ന് ഇതിനെ പറയാറുണ്ട്. ഇതിനെ വേറെ പേരുണ്ട്, കറാഷ് ഇഫക്റ്റ്. മറന്നു പോകരുത്. 30ാമത്തെ ക്വസ്റ്റ്യൻ. ദി സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് വിച്ച് ക്യാൻ ബി കൺവെർട്ടഡ് ടു വൺ അനദർ ബൈ റൊട്ടേഷൻ അറൗണ്ട് സിംഗിൾ ബോണ്ട് C. കൺഫർമേഷൻ. കാർബൺ സിംഗിൾ ബോണ്ടിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വ്യത്യസ്ത അറേഞ്ച്മെൻറ്റിനാണ് കൺഫർമേഷൻ എന്ന് പറയാം. റെപ്രസെൻറ്റ് സോഹോസ് ആൻഡ് ന്യൂമൻ പ്രൊജക്ഷൻ ഫോർമുല ഓഫ് സ്റ്റാഗേർഡ് ആൻഡ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ. ബുദ്ധിമുട്ടുണ്ടോ? 2 മാർക്കിന് സോഹോസും ന്യൂമൻ പ്രൊജക്ഷൻ്റെയും ഫോർമുല വരയ്ക്കുക. ചിത്രത്തിലേക്ക് നോക്കിയാൽ ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ പഠിച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടാവും ചിലവിൽ. എത്ര പഠിച്ചാലും ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ നോക്കിക്കോളൂ, സ്ക്രീനിലേക്ക് നോക്കിയോളൂ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കണ്ട് പരിചയിച്ച സാധനം തന്നെ. ഓക്കെ. അടുത്തത്, കമ്പയർ ദി സ്റ്റെബിലിറ്റി ഓഫ് സ്റ്റാഗേർഡ് ആൻഡ് എക്ലിപ്സ്ഡ്. ആർക്കാ മോർ സ്റ്റെബിലിറ്റി? സ്റ്റാഗേർഡിനാണ്. എന്തുകൊണ്ടാണ്? റിപ്പൾഷൻ മിനിമമാണ്. കൺസിഡർ ദി റിയാക്ഷൻ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന റിയാക്ഷൻ നോക്കുക. നോക്കിയിട്ട് പറയാം. ഐഡൻറ്റിഫൈ ദി മേജർ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ്. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ?
ഫസ്റ്റത്തതാണ് കൂടുതലുണ്ടാവുക. എന്തുകൊണ്ട്? മാർക്കോണിക് ഓഫ് റൂൾ ഒബേ ചെയ്തിട്ട്. വാട്ട് ഈസ് മാർക്കോണിക് ഓഫ് റൂൾ? ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ റിയാജൻ്റ് ആഡ് ചെയ്യുമ്പോൾ ആ റിയാജൻറ്റിൻ്റെ പോസിറ്റീവ് പാർട്ട് കൂടുതൽ ഹൈഡ്രജനുള്ള ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് ചെല്ലും. ഇതാണ് മാർക്കോണിക് ഓഫ് റൂൾ. ഓക്കെ. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു പ്രിപ്പയർ ഈതെയിൻ ബൈ കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്? കോൾബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡിലൂടെ ഈതെയിൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? അതാ ഉത്തരം. എത്ര പ്രാവശ്യം വന്ന്? 4-5 പ്രാവശ്യം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തു ഈ ക്വസ്റ്റ്യൻ. CH3COONA പ്ലസ് H2O ആരോമാർക്കിൻ്റെ മോളെ ഇലക്ട്രോളിസിസ് എന്ന് എഴുതണേ. CH3 ഈതെയിന് കിട്ടിയില്ലേ? സോഡിയം അസറ്റേറ്റിനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ നമുക്ക് ഈതെയിന് കിട്ടും. ഇതാണ് കോൾബ്സ് റിയാക്ഷൻ. ബി. എക്സ്പ്ലെയിൻ മാർക്കോണിക് ഓഫ് റൂൾ ഫോർ ദി അഡീഷൻ റിയാക്ഷൻ യൂസിങ് സൂട്ടബിൾ എക്സാമ്പിൾ. മാർക്കോണിക് ഓഫ് റൂൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ഇനി ആവർത്തിക്കണില്ലേ. അതിന് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. എക്സാമ്പിൾ ഇനി കാണണോ? വേണ്ട. 32. കൺസിഡർ ദി റിയാക്ഷൻ ബിറ്റ്വീൻ ബെൻസീൻ ആൻഡ് നൈട്രേറ്റിംഗ് മിക്സർ. ബെൻസീനെ നൈട്രേറ്റിംഗ് മിക്സറുമായി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് നൈട്രോബെൻസീൻ. അതവിടെ ഉത്തരം. നൈട്രോബെൻസീൻ. ബെൻസീൻ്റെ മോളൊരു NO2 ഗ്രൂപ്പ് വരിക. വാട്ട് ഈസ് റിയാക്ടിംഗ് സ്പീഷീസ് ഇൻ ദി എബോ റിയാക്ഷൻ? ഇതിലെ റിയാക്ടിംഗ് സ്പീഷീസ് ആരാണ്? NO2+ ആണ്. NO2+. ഇതൊരു ഇലക്ട്രോഫൈലാണ്, നല്ല ഓർത്തിരിക്കണം. നൈട്രോണിയം അയോൺ ആണ് ഇതിലെ റിയാക്ടിംഗ് സ്പീഷീസ്. ഇയാൾ ഇലക്ട്രോഫൈലാണ്. അപ്പോൾ ബെൻസീനും നൈട്രേറ്റിംഗ് മിക്സറും തമ്മിലുള്ള റിയാക്ഷൻ ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ്. ഇലക്ട്രോഫിലിക് അഡീഷൻ അല്ല, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ്. കാരണം എന്താ? NO2+ എന്ന് പറയുന്നത് ഇലക്ട്രോഫൈലാണ്. ഇലക്ട്രോഫൈൽ ആ ബെൻസീൻ റിങ്ങിൽ വന്ന് കയറി. അതുകൊണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഹൗ ഈസ് ദി സ്പീഷീസ് ഫോംഡ് ഇൻ ദി സിസ്റ്റം? എങ്ങനെയാണ് ഈ സ്പീഷീസ് ഈ സിസ്റ്റത്തിൽ ഉണ്ടായത്? അതിൻ്റെ കാരണം സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും തമ്മിൽ മിക്സ് ചെയ്തപ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടായ പ്രോഡക്റ്റാണ് NO2+. എങ്ങനെയാണ് ഇതുണ്ടായത്? സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും മിക്സ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിച്ച് ഉണ്ടായ പ്രോഡക്റ്റാണ് NO2+ എന്ന് പറയുന്ന നൈട്രോണിയം അയോൺ എന്ന ഇലക്ട്രോഫൈൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശമൊക്കെ ആയി. ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. 2 പാർട്ടിലായി റിപ്പീറ്റഡായ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നിങ്ങളൊന്ന് പഠിച്ച് ലെവലായിട്ടാണ് പോയിക്കോളി. വുഡ്സ് റിയാക്ഷൻ പഠിച്ചോളൂ, കൺഫർമേഷൻ പഠിച്ചോളൂ, സ്റ്റാഗേർഡും എക്ലിപ്സ്ഡുമായ സ്ട്രക്ചേഴ്സ് ന്യൂമൻ പ്രൊജക്ഷനിലും സോഹോസ് പ്രൊജക്ഷനിലും എഴുതാൻ പഠിച്ചോളൂ. കോൾബ്സ് റിയാക്ഷൻ പഠിച്ചോ. ഹെക്സൈനിൽ നിന്ന് ബെൻസീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചോ. അസറ്റിലീൻ ഉണ്ടാക്കുന്നത് പഠിച്ചോ. അസറ്റിലീനിൽ നിന്ന് ബെൻസീൻ ഉണ്ടാക്കുന്നത് റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടുന്നത് പഠിച്ചോ. ഇതാണ് പഠിച്ചു പോയിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ, ലാസ്റ്റ് ചാപ്റ്റർ, അതായത് 14ാമത്തെ ചാപ്റ്റർ എൻവിറോൺമെൻറ്റൽ കെമിസ്ട്രി. അതും കൂടെ പറയുമ്പോൾ നമ്മളെ ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയുടെ എല്ലാ ടോപ്പിക്കും നമ്മൾ ഡിസ്കഷൻ പൂർത്തിയാകും. പ്രിയപ്പെട്ട മക്കളെ, മുമ്പ് ഡിസ്കസ് ചെയ്ത ആ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പഠിച്ച് പരീക്ഷയ്ക്ക് കോൺഫിഡൻസോട് കൂടെ പോവുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഒരു 4-5 ദിവസം മാത്രമേ ഇനി പരീക്ഷയ്ക്കുള്ളൂ. ആ പരീക്ഷയ്ക്ക് മുന്നേ വീണ്ടും വീണ്ടും കേട്ട് പഠിച്ചത് വീണ്ടും ആവർത്തിച്ച് റിവിഷൻ നടത്തി നല്ല കോൺഫിഡൻസോട് കൂടെ പരീക്ഷയ്ക്ക് പോവുക. വിജയം നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, ത്യാഗമില്ലാതെ നേട്ടമുണ്ടാവില്ല. നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ വളരെ പ്രസിദ്ധമായ വാക്കാണ്.
നേട്ടമുണ്ടാവണമെങ്കിൽ വേദന സഹിക്കണം. വേദന ഇല്ലെങ്കിൽ ഗെയിനില്ല, നേട്ടമില്ല. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടുകൾ, പഠിക്കുക എന്നുള്ളൊരു കഷ്ടപ്പാട്. കോവിഡിൻ്റെ കാലത്ത് വീട്ടിലിരുന്ന് പഠിക്കുക എന്ന് പറയാൻ വലിയൊരു ത്യാഗം ആവശ്യമാണ്. അധ്യാപകർ നോക്കാനില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷിതാക്കളുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരും. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലാണ്. ഈ അവസരം മുതലാക്കി നിങ്ങൾക്ക് കിട്ടുന്ന ഈ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ പോകാനുള്ള എല്ലാവിധ മെറ്റീരിയൽസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ശരി, നിങ്ങളുടെ കമൻറ്റുകൾ പ്ലസ് ആയാലും മൈനസ് ആയാലും നൽകാൻ മടിക്കരുത്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഭേദഗതികൾ, എന്തെങ്കിലും നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ സൂചിപ്പിക്കണം. അപ്പോൾ ശരി, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.